ലച്ചു മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ബെഡിൽ മിഴിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെന്നിയാണ്. മോളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന അവനെ അവൾ അലിവോടെ നോക്കി. ഇച്ചായ, ലച്ചു വിളിച്ച്. ലച്ചുവിന്റെ വിളി കേട്ടതും അവൻ മെല്ലെ എഴുന്നേറ്റു. മോളുടെ ഇരു സൈഡിലും പില്ലോ വെച്ച് അവളെ പുതപ്പിച്ചു. ആ കുഞ്ഞു നെറ്റിൽ മൃദുവായി ചുംബിച്ചു. പപ്പേ, അവൾ ഉറക്കത്തിനിടയിൽ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. പപ്പ ഇവിടെ ഉണ്ട് കേട്ടോ, എന്റെ കുഞ്ഞു ഉറങ്ങിക്കോ. അവൻ മിഴിയെ തട്ടിയുറക്കിക്കൊണ്ട് പറഞ്ഞു. മിഴി ശരിക്കും ഉറക്കത്തിലേക്ക് വീണാൻ തുടങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പോഴാണ് അവന്റെ കണ്ണിലെ നീർത്തിളക്കം ലച്ചു കണ്ടത്. ലച്ചു കണ്ടെന്ന് തോന്നിയത് അവൻ തിരിഞ്ഞെന്ന് കണ്ണുടച്ചു. വേദു, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, മോൾ എഴുന്നേറ്റ് അന്വേഷിക്കും. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ലച്ചു അവൻ പോകുന്നത് നോക്കി. പിന്നെ മെല്ലെ മോളുടെ അടുത്ത് പോയിരുന്നു. എന്റെ മോള് ഭാഗ്യം ചെയ്തവളാണ്. ഇത്രയും കാലം അനുഭവിക്കാത്ത ഒരു അച്ഛന്റെ സ്നേഹം എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയില്ലേ. അവൾ അതും പറഞ്ഞ് ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു. മായ ഉപ്പുമുളകും കൂട്ടി മിഴിയെ ഒഴിഞ്ഞു. അപ്പോഴേക്കും ഡെന്നി ഓടിപ്പിടഞ്ഞെത്തിയിരുന്നു. മോൻ ചായ കുടിച്ചോ? മായ അവനെ നോക്കി ചോദിച്ചു. ഇല്ല, എനിക്ക് വേണ്ട. മോൾ എഴുന്നേറ്റില്ലാന്ന് കരുതി ഓടി വന്നതാ, അവൻ പറഞ്ഞു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, വീണതിന്റെ ചെറിയ വേദന ഉണ്ടാവും. ഉറങ്ങി എണീക്കുമ്പോൾ അതങ്ങ് മാറിക്കോളൂ, ഞാൻ ചായ എടുക്കാം. അവരതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. മായി നോക്കി കാണുകയായിരുന്നു ഡെന്നിക്ക് മിഴിയോടുള്ള അടുപ്പം. ലച്ചു വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കണ്ടത് മോളുടെ അടുത്ത് കിടക്കുന്ന ഡെന്നിയാണ്. ആ, ഇച്ചായ ഇത്ര പെട്ടെന്ന് വന്നോ? അവൾ ടവൽ സ്റ്റാൻഡിലിട്ടോണ്ട് ചോദിച്ചു. അവിടെ നിന്ന് ഇരിക്കപ്പുറത്ത് കിട്ടില്ല, എന്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അല്ലേ വേദു? അവൻ വിഷമത്തോടെ ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഇന്ന് സ്കൂളിൽ പോണില്ലെന്ന് പറഞ്ഞതാ, വീടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ മോൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇവളെ കണ്ണു നിറയുമ്പോ എന്റെ നെഞ്ച് വിങ്ങാണ് വേദു. സഹിക്കാൻ പറ്റുന്നില്ല, കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നുക. എന്റെ മോളല്ലേ ലച്ചു ഇവള്. അവള് പപ്പയെന്ന് വിളിക്കുമ്പോണ്ടല്ലോ ഈ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം എനിക്ക്, അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു. ഇച്ചായ, ലച്ചു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. കരയില്ലടാ, നമ്മുടെ മോൾക്കൊന്നുമില്ല. അവളുടെ പപ്പുള്ളിടത്തോളം കാലം അവൾക്കൊന്നും വരില്ല. എന്റെയാ, എന്റെ മോള. അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ബോധം വന്ന പോലെ ലച്ചു അവനിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് ഓടി. അവളുടെ ആ പോക്ക് അവൻ നിസ്സഹായതയോടെ നോക്കി നിന്നു. ബാൽക്കണിയിലെത്തിയതും അവൾ ഇട്ടിരുന്ന റൗണ്ട് ചെയറിൽ ഇരുന്നുകൊണ്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. അവളുടെ ഉള്ളിൽ പലതും കിടന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. ഡെന്നി മിഴിയുടെ അടുത്ത് കിടന്നുകൊണ്ട് ചെറുതായി മയങ്ങിയിരുന്നു. മിഴിയുടെ ഞരക്കമാണ് അവനെ ഉണർത്തിയത്. പപ്പേ, എന്നെ വിത്ത് പോവല്ലേ പപ്പേ, ഞാൻ പപ്പയുടെ മോനല്ലേ, ഞാൻ പപ്പയുടെ കുഞ്ഞല്ലേ. അവൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. കുഞ്ഞ, എന്താടാ? ഒന്നുമില്ല എന്റെ മോൾക്ക്, പപ്പ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവൻ അവളുടെ നെറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കയ്യിൽ പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടപ്പോൾ അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. മേലാസകലം ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. അവൻ പുതപ്പ് ഒന്നുകൂടി പുതപ്പിച്ച് മിഴിയുടെ കൈവെള്ളയും കാലും തിരുമ്മിക്കൊടുത്തു. വേദു, വേദു, ഒന്ന് വേഗം വാ, അവൻ അലറി വിളിച്ചു. ഡെന്നിയുടെ ശബ്ദം കേട്ട് ലച്ചുവും ബാക്കിയുള്ളവരും ഓടി വന്നു. എന്താ ചായ? ലച്ചു പരിഭ്രമത്തോടെ ചോദിച്ചു. മോൾക്ക് നല്ലപോലെ പനിക്കുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ പോവാം, നീ റെഡിയാവും, അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. അത് മുറിവിന്റെ ആയിരിക്കും മോനെ, രാവിലെ ആകുമ്പോൾ കുറഞ്ഞോളൂ. ട്രീസ് അവന്റെ വെപ്രാളം കണ്ട് സമാധാനിപ്പിക്കാനെന്നപോലെ പറഞ്ഞു. എന്ന് വെച്ച് രാത്രി മുഴുവൻ എന്റെ കൊച്ചു പനിച്ചു കുറച്ച് കിടക്കണോ? വേദു നിന്നോടാ പറഞ്ഞേ, പോയി റെഡിയാവാൻ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ ദേഷ്യം കണ്ട് ലച്ചു പെട്ടെന്ന് തന്നെ റെഡിയായി. അവനും പോയി ഡ്രസ്സ് മാറി വന്നു. മോളെടുത്ത് വേഗം താഴേക്ക് നടന്നു. കാർ ഓടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൈകൾ മിഴിയിലെത്തുന്നുണ്ടായിരുന്നു. ആ കൈകളുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും തണുപ്പറിയുമ്പോൾ മിഴിയൊന്ന് ഞെരങ്ങും. ആ കുഞ്ഞി ചുണ്ടുകളിൽ തന്റെ പപ്പയുടെ സാമീപ്യം അറിയുന്നതിനനുസരിച്ച് പുഞ്ചിരി തെളിഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയതും ഡെന്നി തന്നെയാണ് മോളെ വാരിയെടുത്ത് അകത്തേക്ക് നടന്നത്. ഒരു തരത്തിൽ നടത്തമായിരുന്നില്ലത്. അവന്റെ പുറകെ എത്താൻ ലച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു. ഡോക്ടറുടെ ക്യാബിനിൽ മോളെയും കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടത് ഒരച്ഛന്റെ ആകുലതയായിരുന്നു. സ്വന്തം ജീവനേക്കാളേറെ മകളെ സ്നേഹിക്കുന്ന ഒരച്ഛന്റെ ആകുലത. പനി കൂടുതലായതുകൊണ്ട് അന്ന് അവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. മിഴിയെ ട്രിപ്പിടിച്ച് കിടത്തി. ഡെന്നിയെ റൂം എടുത്തിരുന്നു. ലച്ചു വീട്ടിലേക്ക് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. രാത്രി അവർ രണ്ടുപേരും നിന്നോളാം, പകൽ ഡ്രസ്സെല്ലാം കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഡെന്നി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി വന്നു. വാതിൽ ചാരി മിഴിയുടെ അടുത്തായിരുന്നു. മെല്ലെ ആ കുഞ്ഞിക്കൈയിൽ സൂചി കുത്തിയെടുത്ത് തഴുകി. നെറ്റിൽ വലിയ കെട്ടുമായി കണ്ണടച്ച് കിടക്കുന്ന മിഴിയെ കാണും തോറും അവന്റെ ഉള്ളം നീറി. ലച്ചു ഒരു കസേര വലിച്ചിട്ട് ഡെന്നിക്കെതിരായിരുന്നു. അവൾ നോക്കി കാണുകയായിരുന്നു അവന്റെ കണ്ണിലെ സ്നേഹവും പിടച്ചിലുമെല്ലാം. ഈ ചായ, അവൾ മെല്ലെ അവനെ വിളിച്ചു. അവൻ മൂളി. കഴിക്കുന്നില്ല, ഉച്ചക്കൊന്നും കഴിച്ചില്ല, ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ട വേദു, വിശപ്പില്ല. ഇവളിങ്ങനെ വാടിയ താമര പോലെ കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊന്നും ഇറങ്ങുന്നില്ല. അവൻ ലച്ചുവിനെ ധൈര്യമായി നോക്കി. രാവിലെ ആകുമ്പോഴേക്കും കുറഞ്ഞോളുന്നല്ലേ ഡോക്ടർ പറഞ്ഞു. ഇച്ചായൻ ടെൻഷൻ ആവണ്ട, പണ്ട് മുതലേ ഒരു പനി വന്നാൽ ഇങ്ങനെയാ, ഇച്ചായൻ വന്ന് കഴിക്കാൻ നോക്ക്, അവൾ അവൻ അനുനയിപ്പിക്കാൻ നോക്കിയോണ്ട് പറഞ്ഞു.
എന്നിട്ടും ഡെന്നി അത് കേൾക്കാത്ത പോലെ മിഴിയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഡെന്നിയുടെ കണ്ണുകൾ മിഴിയിൽ തന്നെയായിരുന്നു. പെട്ടെന്നാണ് തന്റെ മുഖത്തിന് നേരെ വന്ന കയ്യവൻ കാണുന്നത്. ഡെന്നി മെല്ലെ തലയുയർത്തിയപ്പോൾ കണ്ടു തന്റെ നേരെ ദോശ പിടിച്ചിരിക്കുന്ന ലച്ചുവിനെ. എന്തുകൊണ്ടോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഹ, കഴിക്കിച്ചായ, എന്റെ കായ് വേദനിക്കണു, ലച്ചു കുറുമ്പോടെ പറഞ്ഞു. തന്റെ മുമ്പിൽ നിൽക്കുന്ന പഴയ ലച്ചു തന്നെയാണെന്ന് അവന് തോന്നി. നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചു തുടച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ വാ തുറന്നു. ലച്ചു അവനെ കൊണ്ട് മുഴുവനും കഴിപ്പിച്ചു. അവൾ തരുന്നുകൊണ്ട് വയറ് നിറഞ്ഞിട്ട് അവൻ മതിയെന്ന് പറഞ്ഞില്ല. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് അവളും കഴിച്ചു. ലച്ചു കൈ കഴുകി വന്നപ്പോൾ കണ്ടു അവളെയും കാത്തുന്ന പോലെ ഇരിക്കുന്ന ഡെന്നിയെ. അവൻ കൈകൊണ്ട് അവളെ മാടി വിളിച്ചു. ഒന്നും അടിച്ചെങ്കിലും ലച്ചു അവനരികിൽ പോയിരുന്നു. ഡെന്നി അവളുടെ കയ്യിൽ കൈകോർത്തു. നിനക്ക് ഓർമ്മയുണ്ടോ വേദു, പണ്ട് നീ വയ്യാണ്ട് പനിച്ചെടുക്കുമ്പോൾ ഞാൻ ഇതേപോലെ കഴിപ്പിക്കുന്നു. വേറെ ആരൊന്നാലും നീ കഴിക്കില്ല, എല്ലാത്തിനും ഞാൻ വേണം, അവൻ പഴയ ഓർമ്മയിൽ പറഞ്ഞു. ലച്ചുവിന്റെ ചിന്തകൾ അതിലേക്ക് പോയപ്പോൾ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. എല്ലാം പഴയതുപോലെ ആയാൽ മതിയായിരുന്നു. ഞാനും നീയും അപ്പച്ചനും അമ്മച്ചിയും മാതച്ചനും ഭദ്രമ്മയും പിന്നെ നന്ദനും ഒന്നും മാറണ്ടായിരുന്നു. ഇപ്പൊ നീ അരികിലുള്ളപ്പോൾ പോലും ഒരുപാട് അകലം തോന്നുന്നു എനിക്ക്, അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു. ഇച്ചായൻ കിടക്കാൻ നോക്ക്, ഞാൻ മോളുടെ അടുത്ത് കിടക്കാം, ഇച്ചായൻ ഈ ബെഡിൽ കിടന്നു. അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ ബൈസ്റ്റാൻഡർ ബെഡ് കുടഞ്ഞോണ്ട് ലച്ചു പറഞ്ഞു. വേദു, ഞാൻ കുഞ്ഞൂസിന്റെ അടുത്ത് കിടക്കാം, അവൻ അവളെ നോക്കി അപേക്ഷ എന്ന പോലെ പറഞ്ഞു. അവന്റെ ആ ഭാവം കണ്ടപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. ലൈറ്റ് ഡിം ചെയ്ത് ലച്ചു കിടന്നു. മിഴിയുടെ അടുത്ത് അവൾക്ക് നോവാത്ത തരത്തിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡെന്നിയും. ഇരുട്ടിലും ലച്ചു കണ്ടു പലതവണ ആകുലതയോടെ മിഴിയെ തൊട്ടു നോക്കുന്ന ഡെന്നിയുടെ കൈകളും ഇരുട്ടിലും തിളങ്ങി നിൽക്കുന്ന അവന്റെ പൂച്ച കണ്ണുകളിലെ നീർത്തിളക്കവും. രാവിലെ കണ്ണു തുറന്നപ്പോൾ പരിചയമില്ലാത്ത സ്ഥലം കണ്ട് മിഴിയൊന്ന് പരിഭ്രമിച്ചു. അപ്പോഴാണ് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഡെന്നിയെ കണ്ടത്. ആ കുഞ്ഞിച്ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. പപ്പേ, അവന്റെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ആ കുഞ്ഞിച്ചുണ്ടുകളെ തണുപ്പ് തട്ടിയപ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റു. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ വെച്ച് തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന മിഴിയെ അവൻ വാത്സല്യത്തോടെ നോക്കി. കുഞ്ഞാ, അവൻ അത്യധികം സ്നേഹത്തോടെ വിളിച്ചു. പപ്പേ, നമ്മൾ ഇത് എവിടെയാ പപ്പേ? ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണോ കിടന്നേ? പപ്പ ഇന്നലെ മോളുടെ അടുത്താണോ കിടന്നേ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. ആടെ കുഞ്ഞ, പപ്പ ഇന്നലെ എന്റെ മോളുടെ അടുത്താണ് കിടന്ന്. ഇന്നലെ എന്റെ കുഞ്ഞൂസിനൊരു കുഞ്ഞി പനി വന്നു. അപ്പൊ ആ പനിയെ ഓടിക്കാൻ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവൻ അവിടെ നെറ്റിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് പനി ഓതിയ പപ്പേ? അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. പിന്നെ പപ്പയുള്ളപ്പോ എന്റെ കുഞ്ഞിന് പനി വരാൻ സമ്മതിക്കോ? പപ്പ പനിയെ ഓടിച്ചു കളഞ്ഞു. ഇപ്പൊ എന്റെ കുഞ്ഞിനൊരു പനിയുമില്ല. അല്ലെങ്കിലും പപ്പയുടെ കുഞ്ഞ് സ്ട്രോങ് കേളല്ലേ? അവനോട് നെറ്റിൽ മുത്തിയോട് ചോദിച്ചു. പപ്പയുടെ സ്ട്രോങ് കേള, നല്ല പപ്പ. അവളും തിരികെ ഉമ്മടുത്തോണ്ട് പറഞ്ഞു. ഇപ്പൊ വേദനയ്ക്കുണ്ടോ ഞാൻ? അവന്റെ ശബ്ദത്തിൽ വേദന ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, ഇപ്പൊ വേദന പോയല്ലോ. പപ്പേനെ പേടിച്ചിട്ടായിരിക്കും പപ്പേ, അവൾ വാപ്പത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ ആ ചിരി ഡെന്നിയുടെ മനസ്സിൽ തണുപ്പ് ഊരിയിട്ടു. ഇന്നലെ മുതൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഒരയവ് വന്ന പോലെ അവന് തോന്നി. അവനൊന്നുകൂടി മിഴിയെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിലും കവിളിലുമെല്ലാം മാറി മാറി മുത്തി. പപ്പേ, ഇവിതേ, അവൾ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊരു ചിരിയോടെ കയ്യിൽ മുത്തി. മിഴിയൊരു കള്ളച്ചിരിയുടെ കാല് കാണിച്ചു കൊടുത്തു. പിന്നെ കണ്ണും മൂക്കും കവിളും ചെവിയും എല്ലാം കാണിച്ചു കൊടുത്തു. ഓരോ തവണ അവന്റെ ചുണ്ട് പതിയുമ്പോഴും താടിരോമങ്ങൾ കൊള്ളുന്നുകൊണ്ട് ഇക്കിളിയെടുത്ത് അവൾ പൊട്ടിച്ചിരിച്ചു. ഡെന്നിയാണെങ്കിൽ അവളുടെ ചിരി കാണാനായി മുഖത്തും കവിളിലുമെല്ലാം താടിയിട്ട് ഉരച്ചു. പപ്പയുടെയും മോടെയും ചിരിയും കളിയും കേട്ടാണ് ലച്ചു എഴുന്നേറ്റത്. കണ്ണു തുറന്നവൻ കണ്ടു മിഴിയെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഡെന്നിയെ. അവളുടെ കുഞ്ഞിക്കാലും കയ്യുമെല്ലാം അവന്റെ മേലെയാണ്. രണ്ടുപേരുടെയും ചിരി കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. ആഹാ, ഇപ്പൊ രണ്ടും കൂടെ കളിയും ചിരിയായോ? ഇന്നലെ എന്തായിരുന്നു? ഒരാൾക്ക് വേദനിക്കുമ്പോ കരയാൻ അടുത്ത ആള്. അവൾ അവരെ നോക്കി കളിയാക്കി. പപ്പ എന്തിനാ കരഞ്ഞേ? മിഴി ഡെന്നിയെ നോക്കി ചോദിച്ചു. അത് പപ്പയുടെ കുഞ്ഞൂസ് വയ്യാണ്ട് കിടക്കുന്നുണ്ടപ്പോ പപ്പക്ക് സങ്കടമായിട്ടല്ലേ? അവൻ അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അവൾ കൗതുകത്തോട് ചോദിച്ചു. പപ്പക്ക് ഈ ഭൂമിയിൽ ഇപ്പോ ഏറ്റവും ഇഷ്ടം പപ്പയുടെ കുഞ്ഞൂസിനോടാണ്. അവൻ എഴുന്നേറ്റിരുന്ന് അവളെയും മടിയെത്തിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും? അവൾ കുഞ്ഞിക്കണ്ണുകൾ വെടുത്തിക്കൊണ്ട് ചോദിച്ചു. ശരിക്കും, അവൻ അവൾ ചെയ്ത പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞു. അതെന്താ പപ്പേ? മിഴിയുടെ സംശയം തീർന്നിരുന്നില്ല. കുഞ്ഞൂസ് പപ്പയുടെ മോളല്ലേ, പപ്പയുടെ സ്വന്തം. അപ്പൊ പപ്പക്ക് ഇഷ്ടമുണ്ടാവില്ലേ? അവൻ അവളുടെ സംശയത്തിന് ഉത്തരം പോലെ പറഞ്ഞു. അപ്പൊ പപ്പയ്ക്ക് ലച്ചുവിനെ ഇഷ്ടമല്ലേ? അവൾ ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഡെന്നി ഒന്നും മിണ്ടാതെ ലച്ചുവിനെ നോക്കി. അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു. പാര്യ പപ്പേ, ലച്ചുവിന് എന്തോ ഒരു ഇഷ്ടം. മിഴി വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. അവന്റെ മറുപടി ആലോചിച്ച് ലച്ചുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. വേദുവിനെ പപ്പയ്ക്ക് ജീവന, പപ്പയുടെ കുഞ്ഞിനെ പപ്പക്കെന്ന് വേദു അല്ലേ? അപ്പൊ പിന്നെ ഇഷ്ടം കൂടി.
അവൻ ലച്ചുവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ പപ്പക്ക് എന്നെയാണ് ലച്ചുവിനെ കൂടുതൽ ഇഷ്ടം. എന്റെ കുഞ്ഞ്, നിനക്ക് എന്തൊക്കെ അറിയണം? അവൻ തലയിൽ കൈവച്ചു. പര പപ്പേ, ഇത് ലാസ്റ്റാണ്, ഇനി ചോദിച്ചില്ല. പര പര പര. നിങ്ങൾ രണ്ടാളും പപ്പയുടെ ഈ രണ്ട് കണ്ണുകളാണ്. ഒരാൾ ഒന്നിനും പകരാവില്ല. രണ്ടാളും വേണം എനിക്ക്. നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ പപ്പയുടെ ജീവിതത്തിന്റെ വെളിച്ചം കെട്ടുപോകും. അവൻ പറഞ്ഞു നിർത്തി. പൊട്ടി വന്ന കരച്ചിൽ അടക്കിക്കൊണ്ട് ലച്ചു വാഷ്റൂമിലേക്ക് ഓടി. വാതിലടച്ച് പൈപ്പ് തുറന്നിട്ട് ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ അവൾ അലറി കരഞ്ഞു. ലച്ചു പോയ വഴിയെ നോക്കിയിരുന്ന ഡെന്നിയുടെ കണ്ണുകളും നിറഞ്ഞു. അവനത് മിഴി കാണാതെ തുടച്ചു. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ 100 ചോദ്യം വരുന്ന അവനറിയാം. തന്റെ മടിയിലിരിക്കുന്ന മിഴിയെ പൊതിഞ്ഞു പിടിച്ച് അവൻ ഇരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ മിഴിയും അവന്റെ കരവലയത്തിൽ ഒതുങ്ങിയിരുന്നു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടത്തെത്തിയ പോലെ. മിഴിയെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു. നേരെ വീട്ടിലേക്ക് പോകാന്നുള്ളതുകൊണ്ട് ആരോടും വരേണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. ലച്ചു പിന്നെ അവന് മുഖം കൊടുത്തില്ല. മിഴിയെയും എടുത്ത് ഡെന്നി മുമ്പേ നടന്നു. ഫ്ളാറ്റിലെത്തുന്നവരെ ലച്ചു ഡെന്നിയെ നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. പക്ഷെ അവന്റെ കണ്ണുകൾ പലതവണ അവളിൽ തന്നെ പാറി വീണുകൊണ്ടിരുന്നു. മിഴിക്ക് വയ്യാത്തതുകൊണ്ട് ലച്ചുവിനോട് അന്ന് ഓഫീസിൽ വരേണ്ടെന്ന് ഡെന്നി പറഞ്ഞിരുന്നു. അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഉള്ളതുകൊണ്ട് അവന് പോവാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഡെന്നി ഓഫീസിൽ പോകുന്നെന്ന് കേട്ടപ്പോൾ മുതൽ മുഖം വീർപ്പിച്ചിരിക്കുന്നതാണ് മിഴി. കുളിച്ച് വേഷം മാറിയിട്ടുണ്ട്. മുറി ഉണങ്ങാത്തതുകൊണ്ട് തല നനച്ചിട്ടില്ല. മുടിയെല്ലാം വാരിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളർ സ്ലീവ്ലെസ് കോട്ടൺ ഫ്രോക്കാണ് വേഷം. ഡെന്നിയെ കണ്ടതും അവൾ മുഖം തിരിച്ചിരുന്നു. കുഞ്ഞാ, അവൾ സ്നേഹത്തോടെ വിളിച്ച്. അവൾ മുഖം തിരിച്ച് കൈകൾ മാറിൽ പിണച്ചിട്ടി മറുവശത്തേക്ക് തിരിഞ്ഞിരുന്നു. പെണങ്ങളേടാ ചക്കരെ, പപ്പ വേഗം വരും. അത്യാവശ്യമായതുകൊണ്ടല്ലേ കുഞ്ഞ? പപ്പയുടെ കുഞ്ഞൻ മാമുണ്ടി ചാച്ചി എഴുന്നേൽക്കുമ്പോഴേക്കും പപ്പ മുന്നിലുണ്ടാവും. വരുമ്പോ മോൾ കഴിക്കാൻ വലിയ ടെഡ്ഡി വാങ്ങിക്കൊണ്ടുവരാം. അവൻ അവസാന ശ്രമം എന്നവള് പറഞ്ഞു. വേഗം വരുമോ? അവൾ വിഷമത്തോടെ ചോദിച്ചു. വേഗം വരാം. പ്രോമിസ്? അവൾ ആ കുഞ്ഞിക്കൈകൾ അവന് നേരെ നീട്ടി. പ്രോമിസ്. അവൻ ആ കുഞ്ഞിക്കൈയിൽ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ ഇക്ലിയായ പോലെ ചിരിച്ചു. വേഗം വരുന്നേ പപ്പേ, ഞാൻ കാത്തിരിക്കും. പപ്പ വന്നിട്ട് എനിക്ക് മാമു തന്നാ മതി. ഞാൻ ഉറങ്ങില്ല കേട്ടോ പപ്പേ. പപ്പ വന്നിട്ട് എന്നെ നെഞ്ചിൽ കെട്ടിയിട്ട് ഒക്കെയാ മതി, മിഴി പറഞ്ഞു. ഓക്കെ, പപ്പ വേഗം പണിയൊക്കെ തീർത്ത് ഓടി വരാം. എന്റെ കുഞ്ഞൻ ഗുഡ് ഗേളായിട്ട് ഇരിക്കണേ, അവൻ അവളുടെ നെറുകിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, അവൾ തലയാട്ടി സമ്മതിച്ചു. എന്നാ ഇനി പപ്പക്കൊരു ഉമ്മതാ, അവൻ കവളിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. മിഴിയൊരു ചിരിയോടെ അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി ഉമ്മ കൊടുത്തു. പപ്പയുടെയും മോളുടെയും സ്നേഹപ്രകടനം കണ്ടു നിൽക്കായിരുന്നു ബാക്കിയെല്ലാവരും. ഡെന്നി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മിഴിയെ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടന്നു. മിഴി അവൻ പോയതും സങ്കടത്തോടെ ഇരുന്നു. ബാൽക്കണിയിലെ റെയിലിംഗിൽ ചാരിക്കിടന്ന് പാർക്കിങ്ങിലേക്ക് വരുന്ന ഓരോ കാറിനെയും നോക്കുകയാണ് മിഴി. ഗേറ്റ് കടന്ന് ഓരോ കാറ് വരുമ്പോഴും അവൾ പ്രതീക്ഷയോടെ തലയുയർത്തി നോക്കും. ഡെന്നിയുടെ കാറിലെന്നറിയുമ്പോൾ നിരാശയോടെ മുഖം താഴ്ത്തും. ഇതിങ്ങനെ ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലച്ചു അവിടേക്ക് വന്നത്. മോളെ, പനി കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഉള്ള വെയിലെ കൊണ്ട പോയ പനി വീണ്ടും വരും. പറഞ്ഞില്ലാന്ന് വേണ്ട, അകത്തേക്ക് വാ മിഴി. ലച്ചു അവളെ സ്നേഹത്തിൽ ശാസിച്ചു. ഞാൻ വരില്ല, പപ്പ വരാന്ന് പറഞ്ഞിട്ട് എന്തോ വരാത്തേ? മിഴി സങ്കടത്തോടെ ചോദിച്ചു. പപ്പക്ക് തിരക്കല്ലേടാ, ഓഫീസിൽ നല്ല പണിയുണ്ടാവും. അതൊക്കെ വേഗം തീർത്തിട്ട് പപ്പ വരും. അപ്പോഴേക്കും നമുക്ക് മാമുണ്ട് ഗുഡ് ഗേളായിട്ടിരിക്കാം. വാ, ലച്ചു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പപ്പ വന്നിട്ട് മാമു തരും, മിഴി വാശി പിടിച്ചു. നല്ല മോളല്ലേ, പപ്പ മോൾക്ക് രാത്രി വാരിത്തരും. ഇപ്പൊ അമ്മ തരുന്ന കഴിക്കടാ ചക്കരെ, ലച്ചു മാക്സിമം സോപ്പ് പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, പപ്പ വരാനും ഞാനൊന്നും കഴിച്ചില്ല, മിഴി തറപ്പിച്ചു പറഞ്ഞു. അമ്മയുടെയും മോളുടെയും സംസാരം കേട്ടാണ് പ്രഭാകരൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ ലച്ചു, എന്താ ഈ കാന്താരി പറയുന്നേ? അവളുടെ തലയിലും തലോടി ആൾ ചോദിച്ചു. ഈ ചായം വരാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് അച്ഛാ പറയുന്നു. ഞാൻ കുറെ ആയിട്ട് പറയാ, ഇനി അച്ഛൻ പറഞ്ഞു നോക്ക്, ലച്ചു കൈയൊഴിഞ്ഞു. അപ്പൂപ്പന്റെ പൊന്നേ, അയാൾ നല്ലപോലെ പതപ്പിച്ച് വിളിച്ചു. ബേബേറ്റം വല്ലാണ്ട് കുഞ്ഞാരിക്കൊന്നും വരണ്ട, ഞാനേ എന്റെ പപ്പ വന്നിട്ട് കഴിച്ചുള്ളൂ, മിഴി നൈസായി ബ്ലോക്കായിക്കൊണ്ട് പറഞ്ഞു. പ്രഭാകരന്റെ പ്ലിങ്ങിയ മുഖം കണ്ട് ലച്ചു വാപ്പുതി ചിരിച്ചു. അയാൾ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തോൽക്കാൻ തയ്യാറല്ലാത്ത പോലെ നിന്നു. അപ്പൂപ്പം പൊന്നിന് കഥ പറഞ്ഞു തരാലോ, ഇപ്പൊ കണ്ടോ എന്ന രീതിയിൽ ലച്ചുവിനെ നോക്കി അയാൾ മിഴിയോട് പറഞ്ഞു. അയ്യേ വേണ്ടി, ബേബേറ്റിന്റെ നൊനക്കഥ കേട്ട് കേട്ട് ഞാനിപ്പോ നൊനച്ചേ മാറും. ഈ നൊരേ കഥ തന്നെയാണ്. എന്തു പറഞ്ഞാലും അവസാനം അത് കുട്ടിശങ്കരനിലെത്തും, മിഴി തലയിൽ കൈവച്ച് പറഞ്ഞു. അതാരാ കുട്ടിശങ്കരൻ? ലച്ചു സംശയത്തോടെ ചോദിച്ചു. ബേബേറ്റിന്റെ വീട്ടിലുണ്ടായ ആനയാണെന്നാ പറയണേ. നൊനയാലച്ചു കുട്ടിശങ്കർ അത് ചെയ്തു ഇത് ചെയ്ത് തലകുത്തി മരിഞ്ഞു. ഇത്ര ചെറിയ കുട്ടികളോട് ഇങ്ങനെ നൊന പറയാൻ പാടുണ്ടോ? ഒന്നില്ലേലും ബേബേറ്റിന് നല്ല വയസ്സുണ്ടല്ലോ, മിഴി ലച്ചുവിനെ നോക്കി ചോദിച്ചു. അതുകൂടെയപ്പോൾ ലച്ചു പൊട്ടിച്ചിരിച്ചു. പ്രഭാകരനാണെങ്കിൽ എന്നെ തെക്കോട്ടേക്ക് എടുത്തോന്ന് പറഞ്ഞ് നിൽക്കുവാണ്. മായേ, കഞ്ഞിയായില്ലേ?
അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് പതിയെ വലിഞ്ഞു. നിനക്ക് ഇങ്ങനത്തെ വർത്താനൊക്കെ എവിടുന്ന പെണ്ണെ കിട്ടണ്? ആകെ പൊടിക്കുപ്പിയുടെ അത്രേ ഉള്ളൂ, നാക്കിന്റെ നീളം കണ്ടില്ലേ? ലച്ചു വലിയ വർത്താനൊന്നും പറയണ്ട. ഇന്നാൾ ടീച്ചറെ കുറിച്ച് പറഞ്ഞു എന്നോട്, ലച്ചു കുഞ്ഞിലെ തല തിരിഞ്ഞതായിരുന്നു. അപ്പൊ ലച്ചുവിന്റെ മോളിൽ ഞാൻ, അതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. മിഴി ലച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ ജോലി തുറന്നു. ദാ തന്നെ ഗേറ്റിലേക്കുള്ള നോട്ടം.